ശ്ലോകം 2 യാഗത്തിൻ്റെ ഉദാഹരണമാണ് രണ്ടാമത്തേൽ എടുക്കുന്നത്. യജ്ഞം അല്ലെങ്കിൽ യാഗം. അതിൽ ആദ്യം തീ ഉണ്ടാക്കുന്നത് അരണി കടഞ്ഞിട്ടാണെന്ന് പറയും. ഇന്നിപ്പോൾ തീപ്പെട്ടി വന്നിട്ടും അതെടുക്കില്ല, ഈ അരണി കടഞ്ഞിട്ട് തന്നെ വേണം. അതിൽ താഴത്തെ ഒരു മുട്ടിയുണ്ട്. അരണി ഒരു മരമാണ്, അതിൻ്റെ താഴത്തെ മുട്ടി അതിനെ ഗുരുവായിട്ട് സങ്കല്പിച്ചു. അതിൻ്റെ മുകളിൽ ഒരു വേറൊരു മുട്ടി, അതിന് ശിഷ്യനായിട്ട് ഇതായി. എന്നിട്ട് മഥനം. ആ ഘർഷണം കൊണ്ട് തീ വരും. അപ്പം ആ തീനെ പിടിക്കാൻ ഈ വിറകിൻ്റെ ചീള് എന്ന് പറയും, ചെറിയ ആ ചീള് പഞ്ഞി അതൊക്കെ മെല്ലെ വെച്ച് കൊടുത്തിട്ട് തീ പിടിക്കും. നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആ ഉദാഹരണം ആണ് എടുക്കുന്നത്. ആചാര്യ ആഖ്യ അധരസ്ഥ അരണി. ആചാര്യൻ എന്നു പേരായ താഴെയുള്ള അരണിമുട്ടി, അനുമിള അതിനോട് ചേർന്ന അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ശിഷ്യ രൂപ ഉത്തര അരണി, ശിഷ്യനായിട്ടുള്ള മുകളിലുള്ള അരണി. ആവേദം എന്നിട്ടോ മഥനം ചെയ്യണു. ആവേദം. അപ്പോഴോ ഉത്ഭാസിതേന ആ തീ കത്തണു. ആ തീ കത്തി സ്ഫുടതര പരിബോധാഗ്നിന. എപ്രകാരം ആ തീയെ അരണിയെ മഥനം ചെയ്യുമ്പോൾ കത്തുന്നുവോ അതുപോലെ ഇനി നമ്മൾ ജ്ഞാനത്തിലേക്ക് അത് കൊണ്ടുവരണം. ആചാര്യനും ശിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ശിഷ്യൻ പല സംശയങ്ങൾ ആചാര്യനോട് ചോദിച്ച് ആചാര്യനിൽ നിന്ന് ഈ ജ്ഞാനത്തിനെ നേടുന്നു. ജ്ഞാനമാണ് അഗ്നിയായിട്ട് പറയുന്നവിടെ. സ്ഫുടതര പരിബോധാഗ്നിന. ബോധം, ജ്ഞാനം, വളരെ വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ജ്ഞാനമാകുന്ന അഗ്നി, ജ്ഞാനാഗ്നി. ഇപ്രകാരം അരണിമുട്ടിയിൽ താഴത്തെ മുട്ടയുടെ മുകളിലുള്ള ചെറിയ മുട്ടിയെ കടഞ്ഞിട്ട് അഗ്നി ഉണ്ടാക്കണു. അതുപോലെ ആചാര്യനും ശിഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്തിട്ട് ഈ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാവുന്നു. ആ അഗ്നി എന്താ ചെയ്യണത്? ആചാര്യനിൽ നിന്ന് കിട്ടിയതായ ആ ജ്ഞാനം കർമാളി വാസന തൽകൃതനുഭൂവന ഭ്രാന്തികാന്താരപൂരേ. കർമാളി, കർമ്മങ്ങളുടെ ആളി, കർമ്മങ്ങളുടെ കൂട്ടം. നമ്മൾ എത്രയാണ് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കർമ്മങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, വാസനകൾ കൊണ്ടുവന്നിരിക്കുന്നത് പറയാൻ വയ്യ. അത് ഈ മനസ്സിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. കാരണ ശരീരത്തിലാണ് അത് കിടക്കുന്നത്. ആ സന്ദർഭം വരുമ്പോൾ അതിങ്ങനെ പൊന്തി പൊന്തി വരും. അങ്ങനെയുള്ള കർമ്മ, ആ വാസന ഓരോന്നും നമ്മളെ കർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എല്ലാം കർമ്മത്തിലേക്ക് നയിക്കുന്നതാണ്. ആ വാസന കൊണ്ട് നമ്മൾ പല കർമ്മങ്ങളിലേക്ക് പോകുന്നു. ആ പോകുന്ന സമയത്താണ് നമുക്ക് വാസ്തവത്തിൽ ഇവിടെ സൃഷ്ടിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ഈ ഭ്രാന്തി ഉണ്ടാവുന്നത്. തനുഭുവന ഭ്രാന്തി, ശരീരം ആകുന്ന ആ ഭ്രാന്തി, ഭൂമിയാകുന്ന ഭ്രാന്തി, പ്രപഞ്ചമാകുന്ന ഭ്രാന്തി, ഒന്നുമില്ല. അതാണ്. ഇതൊക്കെ ഒരു ഭ്രമം മാത്രം. ഇതുപോലെ സ്വപ്നം പോലെ. ഉറക്കത്തിൽ, സ്വപ്നത്തിൽ എന്തെല്ലാം നമ്മൾ സൃഷ്ടിച്ചു, ആ സമയത്ത് അതെല്ലാം സത്യം. ഉണരുമ്പോൾ മാത്രമാണ് ഒന്നുമില്ല എന്ന് ബോധ്യമാകുന്നത്. അതുപോലെയാണ്
നമ്മുടെ ശരീരം, ഈ കാണുന്ന ലോകങ്ങൾ, ഈ പ്രപഞ്ചം തന്നെ, സകലതും ഇല്ലാത്തത് തനു, ഭുവന, ഭ്രാന്തി, കാന്താര. അതൊരു കാന്താരം, ഒരു കാടാണ്. ആ കാട് മുഴുവൻ കാന്താരപൂരെ ദഹ്യമാനെ മുഴുവൻ കത്തി നശിക്കുന്നവൻ. ആചാര്യനും ശിഷ്യനും തമ്മിൽ സംവാദം നടത്തി ശിഷ്യന് ഈ തത്വജ്ഞാനം ആചാര്യൻ പ്രദാനം ചെയ്യുന്നു. ആ തത്വജ്ഞാനം കൊണ്ട് എന്തെന്ത് ഭ്രാന്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായോ അതെല്ലാം പോകുന്നു, കത്തി നശിക്കുന്നു. ഇതുപോലെ അരണിയിൽ നിന്നുണ്ടാക്കിയതായ ആ തീയെ എല്ലാറ്റിനെയും കത്തി നശിപ്പിക്കുന്ന പോലെ കർമാളി വാസന, കർമ്മക്കൂട്ടങ്ങളാകുന്ന വാസനകൾ പൂർവ്വജന്മത്തിന് കൊണ്ടുവന്നത് ഈ ജന്മത്തിലുണ്ട്. അത് അവിടെ ഇരിക്കുകയാണ്, ബാക്കി വെച്ചിരിക്കുകയാണ്, അത് തുറക്കാറില്ല. ആ ചാക്കിനെ വേറെ വെച്ചു എന്നാണ് ആചാര്യന്മാർ പറയുക. ഇത് കൊണ്ടുവന്നതിനെ എടുത്ത് മുഴുവൻ കഴിക്കണം. അതുവരെ, അതാണ് ചിലർക്ക് ആയുസ് അധികം വരുന്നതിൻ്റെ കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതുവരെ ഈ സ്ഥൂല ശരീരം നിലനിൽക്കും. അപ്പോൾ കർമ്മങ്ങൾ എത്രയുണ്ടോ അതിനനുസരിച്ച് ശങ്കരാചാര്യ സ്വാമികൾക്ക്, വിവേകാനന്ദ സ്വാമികൾക്കൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി. നമുക്കൊക്കെ കുറച്ച് അധികമാണ്. അതുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. വാസന പോയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. കർമ്മവാസനകൾ നിൽക്കണു. കർമാളി വാസന, ആ വാസന മൂലം നമ്മൾ പല കർമ്മത്തിലേക്ക് പോണു. അപ്പോഴൊക്കെ ഈ മോഹഭ്രാന്തി, തനുഭുവന ഭ്രാന്തി, എൻ്റെ ശരീരം സത്യമാണെന്നുള്ള ഭ്രമം, ഈ കാണുന്ന ജഗത്ത് സത്യമാണെന്നുള്ള ഭ്രമം, അത് എല്ലാം ഉണ്ടാവുന്നു. അതെല്ലാം ദഹ്യമാനെ നശിക്കും. എങ്ങനെ? ആചാര്യൻ്റെ ഉപദേശം കൊണ്ട്. എങ്ങനെ? ആ അരണി കടഞ്ഞതിൽ തീ കൊണ്ട് ആ അരണി തന്നെ നശിക്കും. അതാണ്, ആ തീ കത്തുകയാണെങ്കിൽ അരണിയെ തന്നെ വേണമെങ്കിൽ നശിപ്പിക്കാം. അതുപോലെ ഈ ജ്ഞാനോപദേശം കൊണ്ട് എല്ലാ അജ്ഞാനങ്ങളും നശിക്കും. കർമ്മവാസനകളും നശിക്കും. അങ്ങനെ എത്തിയിട്ട് കർമാണി വാസന തൽകൃത തനുഭുവന ഭ്രാന്തി കാന്താരപൂരേ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ വലിയൊരു കാട്. ആ കാട് മുഴുവൻ നശിക്കുകയാണ്. ദഹ്യമാനേ, അത് ദഹിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് ദഹിക്കുന്നു. പിന്നെയോ അപ്പോൾ എന്ത് വരുന്നു? ദാഹ്യ അഭാവേന, പിന്നെ ദഹിപ്പിക്കാനൊന്നുമില്ല. എന്ത് മോഹമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? അജ്ഞാനം. എന്ത് അജ്ഞാനമാണ് ഉണ്ടായിരുന്നത്? ആ അജ്ഞാനം നശിച്ചു. അപ്പം ജ്ഞാനം തെളിഞ്ഞ് പ്രകാശിച്ചു. ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലും ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിനെ ഈ അജ്ഞാനം അങ്ങനെ മൂടി വച്ചിരിക്കുകയാണ്. എപ്പോൾ അജ്ഞാനം നശിച്ചുവോ ജ്ഞാനം തെളിഞ്ഞ് പ്രകാശിച്ചു. ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അജ്ഞാനത്തിനെ മാറ്റി മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ദാഹ്യ അഭാവേന, ദഹിപ്പിക്കാൻ വേറെ ഒന്നുമില്ലാത്തതുകൊണ്ട് വിദ്യാശീനി വിരതേച്ച, ആ അഗ്നി മുഴുവൻ കെട്ടടങ്ങണു. അതായത് നമ്മൾ നേടിയതായ ആ വിദ്യ അത് അതും അവസാനിക്കണു. അപ്പം നമ്മൾ ആത്മാവിൽ, ആ സച്ചിദാനന്ദ സ്വരൂപിൽ പോയിരിക്കുന്നു. അദ്ദേഹം പ്രജ്ഞാനം ബ്രഹ്മ, അതാണ് ആ അവസ്ഥയ്ക്ക് എത്തണം. ഏതൊരു ജ്ഞാനം നമ്മൾ നേടിയോ അതും എല്ലാം നശിക്കണം. സകലതും ഒക്കെ മായയുടെ തലത്തിലുണ്ടായതാണ്. അപ്പോൾ നമ്മൾ ജ്ഞാനസ്വരൂപനിൽ എത്തിച്ചേരുന്നു.
പ്രജ്ഞാനം ബ്രഹ്മ എന്ന ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതാണ് ത്വന്മയീ ഖല്ലു അവസ്ഥ. അങ്ങയുടെ സ്വരൂപത്തിലിരിക്കുന്നു. അങ്ങയുടെ സ്വരൂപം എൻ്റെ അവസ്ഥയായിത്തീരുന്നു. ഞാനും അങ്ങും ഒന്നായിത്തീരുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്നു. ത്വന്മയീ. അപ്പോൾ എന്താ വേണ്ടത് ഇവിടെ? ഒരു ആചാര്യനെ സമീപിക്കണം. എപ്പോഴും ആചാര്യനെ സമീപിച്ച് ഈ ജ്ഞാനം നേടാൻ വേണ്ടി ശ്രമിക്കണം. തൈത്തിരീയ ഉപനിഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതാണ്. ആചാര്യ പൂർവരൂപം, അന്തേവാസി ഉത്തരരൂപം. അന്തേവാസി അവിടെയുള്ള ശിഷ്യന്മാർ. വിദ്യാസന്ധി രണ്ടുപേരും യോജിപ്പിക്കുന്നത് വിദ്യ. പ്രവചനം സന്ധാനം. ആ വിദ്യയിലൂടെ രണ്ടുപേരെ ഒന്നിച്ചങ്ങടാക്കണമെന്നാണ്. ആചാര്യൻ്റെ എന്തൊരു ജ്ഞാനമുണ്ടോ ആ ജ്ഞാനം ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കണം. സന്ധാനം. തത്വജ്ഞാനം, തത്വജ്ഞാനത്തിൻ്റെ ഉൽപ്പത്തി. ശ്രേഷ്ഠനായ ഒരാചാര്യനെ സമീപിക്കുക വേണം. അല്ലാതെ കണ്ട് നമ്മൾ അഹം ബ്രഹ്മാസ്മി ഇനി അങ്ങോട്ട് പറയുന്നത് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. അതാണ്. അപ്പം അരണി കടയുന്നതുമായിട്ട് യാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ആചാര്യ ആഖ്യ അധരസ്ഥ അരണി. ആചാര്യൻ എന്ന പേരുള്ള താഴത്തെ അരണി മുട്ടി. അത് കണ്ടിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലൊക്കെ വരാറുണ്ട്. സമാനുമിളർ ശിഷ്യരൂപ ഉത്തരാരണി. അതിൻ്റെ മുകളിലുള്ള ശിഷ്യനാകുന്ന ഉത്തരാരണി അത് ചെറുതായിരിക്കും. അതിനെയാണ് വെച്ച് കടയുന്നത്. തൈര് കടയും പോലെ കടയണം. കടയുമ്പോൾ അതിൽ നിന്ന് ആ ഘർഷണം കൊണ്ട് ചൂട് വരും. ആ ചൂടിനെ ചെറിയ ചീളെന്ന് പറയും, വിറകിൻ്റെ ചീള്, പഞ്ഞി അതൊക്കെ വെച്ചിട്ട് അഗ്നി എടുക്കണം. ശിഷ്യരു ആവേദ, മഥനം വേണം, ആവേദം. അപ്പോൾ ഉത്ഭാസിതേന ഈ അഗ്നി അതിന് പൊട്ടി പുറപ്പെടും. ഘർഷണം കൊണ്ട് അഗ്നി പൊട്ടി പുറപ്പെടും. അതുപോലെ ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള സംവാദം കൊണ്ട് അതാണ്. എന്തിനാ അറിയേണ്ട കാര്യം പറഞ്ഞേ? രണ്ടുപേരും തമ്മിൽ സംവാദം വേണം. എന്താണ് സംശയങ്ങൾ? ആ സംശയങ്ങളൊക്കെ ആചാര്യനോട് ചോദിച്ച് മനസ്സിലാക്കി സംശയ നിവൃത്തി വരുത്തി മുന്നോട്ട് പോകണം. അല്ലാണ്ട് സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും നല്ലൊരു ആചാര്യനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോഴാണ് ആ സംവാദം കൊണ്ട്, അതാണ് ആവേദം, മഥനം. അതാണ് ആ സമയത്ത് ഉത്ഭാസിത തന്നെ അഗ്നി ജ്വലിക്കുന്നത് പോലെ ജ്ഞാനം വരുന്നു. ശിഷ്യൻ്റെ ഉള്ളിൽ ജ്ഞാനം വരുന്നു. എങ്ങനെയാണ്? സ്ഫുടതര പരിബോധാഗ്നിന. വളരെ സ്ഫുടമായിട്ട്, വ്യക്തമായിട്ട്. നല്ല ആചാര്യനാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ തത്വജ്ഞാനം, ബോധം, ജ്ഞാനം. അപ്പോൾ എന്തു വരുന്നു? എന്തൊക്കെ കർമ്മവാസനകൾ നമ്മളുടെ കാരണശരീരത്തിലുണ്ടോ അതൊക്കെ നശിക്കുന്നു. കർമാളി, കർമ്മങ്ങളുടെ കൂട്ടം. ആ വാസനയാണ് വരുന്നത്. ആ വാസനയാണ് കർമ്മത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. അതുകൊണ്ടാണ് കർമാളി എന്ന് പറഞ്ഞത്. അല്ല, കർമ്മമല്ല ഉള്ളിക്കിടക്കണത്. ഉള്ളിക്കിടക്കുന്ന വാസനയാണ് കർമാളി വാസന. കർമ്മക്കൂട്ടമാകുന്ന വാസന. ആ വാസന ഓരോന്ന് ഓരോ സന്ദർഭത്തിൽ പൊത്തി വരും. അത് നമ്മളെ കർമ്മത്തിലേക്ക് കൊണ്ടുപോകും. ആ കർമ്മം നമ്മൾ ചെയ്യും. പല കർമ്മങ്ങൾ ചെയ്യണു എന്തുദ്ദേശത്തിൽ? ഇതെല്ലാം സത്യമാണ്,
ഞാനുള്ളതാണ്, ഈ കാണുന്ന ലോകമുള്ളതാണ്, വസ്തുക്കളെല്ലാം ഉള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഞാൻ പണവും മറ്റുമൊക്കെ നേടണം, വാരിക്കോരി കൂട്ടണം എന്നുള്ളതായ ആഗ്രഹം മനസ്സിൽ വരുന്നു. എന്തുകൊണ്ട്? ഇതെല്ലാം സത്യമാണ്, ഇതാണ് എനിക്ക് സുഖത്തെ തരുന്നത് എന്നുള്ളതായ ചിന്ത. കർമാളി വാസന തൽകൃത തനുഭുവന ഭ്രാന്തി കാന്താരപൂരേ. അതൊരു കാട് പോലെയാണ് ഇരിക്കുന്നത്, കാട് പോലെ. അത് മുഴുവൻ ദഹ്യമാനേ, ദഹിക്കും. അപ്പം ആചാര്യൻ്റെയും ശിഷ്യൻ്റെയും സംവാദം കൊണ്ട് എന്തെല്ലാം അജ്ഞാനങ്ങൾ ഉള്ളിലുണ്ടോ അതെല്ലാം നശിക്കും. അതെല്ലാം നശിച്ച് ദാഹ്യ അഭാവേന, പിന്നെ ദഹിക്കാനായിട്ട് ഒന്നുമില്ല. വിദ്യാശീനി ചവിരതേ, ഏത് വിദ്യയാണോ നമ്മൾ നേടിയത് അതും മാറും, വിരതേ വിട്ടുമാറും. പിന്നെയോ ത്വന്മയീ ഖല്വവസ്ഥ, ഞാൻ ആ ഭഗവാനുമായി ഒന്നിച്ചായിത്തീരും. പരമമായ ജ്ഞാനം, പ്രജ്ഞാനത്തിലേക്ക് പോകും ഞാൻ. അതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം. എന്തൊക്കെ നമ്മൾ ഈ പഠിച്ചുവോ അതൊക്കെ മാറ്റണം, എല്ലാം മാറ്റണം. ഒക്കെ മായയുടെ തലത്തിലാണ്. ഈ തത്വത്തിനെ നേടാൻ വാസ്തവത്തിലൊന്നും ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആചാര്യൻ ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹം നമ്മളെ അവിടെ അടുത്തേക്ക് എത്തിക്കും, അത്രയും. രത്നാകരൻ രാമരാമ ഉച്ചരിച്ചിട്ട് രാമനെ സാക്ഷാത്കരിച്ചതുപോലെ, ആത്മജ്ഞാനം നേടിയതുപോലെ, ത്വന്മയീ ഖല്വവസ്ഥ, അങ്ങയുമായി ചേർന്നിരിക്കുന്ന അവസ്ഥ. പിന്നെ ജീവാത്മാവ് വേറെയില്ല, പരമാത്മാവ് മാത്രം. അല്ലെങ്കിൽ പരമാത്മാവ് ഈ ശരീരം മുഴുവൻ ഇരിക്കണു, ജീവാത്മാവ് ഇവിടെ ഉള്ളിൽ അന്ധകരണത്തിലാണ് ഇരിക്കുന്നത്. ഈ പരമാത്മാവാണ് അന്ധകരണത്തിൽ പ്രതിബിംബിക്കുന്നത്. രണ്ടും ഒന്നായിത്തീരുന്നു. ജീവാത്മ പരമാത്മ ഐക്യം. പരമാത്മാവ് മാത്രമേ ഉള്ളൂ ത്വന്മയീ ഖല്വവസ്ഥ, ഭഗവത് സ്വരൂപമായിത്തീരുന്നു. ആ വ്യക്തി ഭഗവാനായിത്തീർന്നു.